ولكم فيها ما تشتهي أنفسكم ولهم فيها ما تدعون نزلا من غفور رحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عدوة. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ വേദിയിലും സദസ്സമേൽക്കുന്ന സഹോദരങ്ങൾ സഹോദരികളെ, കേരള നദവത്തുൽ മുജാഹിദിന്റെ വിവിധ ഘടകങ്ങളായ ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദ്, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റും മുജാഹിദ് ഗേൾസ് മൂവ്മെന്റുമെല്ലാം ഒന്നിച്ചുള്ള താനാളൂർ മുജാഹിദ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ദ്വിദിന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലത്തിലധികമായി കേരളക്കര വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള രൂപീകൃതമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒട്ടനവധി ചരിത്രങ്ങൾ സൃഷ്ടിച്ച മത വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെല്ലാം ഒട്ടനവധി നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. നമ്മളെല്ലാം ഈ സമയത്തും ഇത്തരത്തിലുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം, മുസ്ലിം സമൂഹം വളരെയധികം അന്ധകാരത്തിലേക്കും ശിർക്കൻ വിശ്വാസത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നും നമ്മുടെ മുമ്പിൽ സംജാതമായിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായ നമ്മുടെ നേതാക്കന്മാർ ഏറെ ത്യാഗം ചെയ്ത് വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും സ്വന്തം ബന്ധമുള്ള വ്യക്തികളെ പോലും എല്ലാവിധ എതിർപ്പുകളെയും എതിർത്തു മാറ്റി ഏറെ ത്യാഗത്തോടുകൂടി സംസ്കരിച്ച നവോത്ഥാനങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ മുന്നണി പോരാളികളെ പോലും അത്ഭുതപ്പെടുത്തുമാറ് ഇന്നിന്റെ സാഹചര്യത്തിൽ ഒട്ടനവധി പുതിയ ചിന്താധാരകൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ പോലും തൗഹീദ് പ്രചരിപ്പിക്കുന്നവരിൽ പോലും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഏറെ ഖേദകരമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വം ഈ രംഗത്ത്, തൗഹീദിന്റെ രംഗത്ത് എന്തൊരു സ്വാധീനത്തിന്റെ മേലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൗഹീദ് രംഗത്ത് പടപൊരുതുക എന്നുള്ളതാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ളത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും യഥാർത്ഥ
കിതാബിലൂടെ മുന്നേറി ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയമത്രയും നാം ജീവിക്കുന്നതോടുകൂടി സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി ആ ഒരു ചിന്തയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പാലാ ശാഖ മുജാഹിദ് കമ്മിറ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ശാഖാ സമ്മേളനം നടത്തി 5 വർഷം പിന്നിടുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ മറ്റൊരു ശാഖാ സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും അതുപോലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. നമ്മുടെ ശാഖയിലെ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ, ഈ സമ്മേളനത്തിന്റെ സ്വാതന്ത്ര്യ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ ഈ ശാഖയുടെ വിവിധ കോണുകളിൽ കുടുംബ സംഗമങ്ങൾ, അയൽക്കൂട്ടം പരിപാടികൾ, അതുപോലുള്ള പരിപാടികൾ മൊത്തം നടത്തിയതിന്റെ ഒരു സമാപനം രൂപത്തിലാണ് നമ്മൾ ഇന്ന് ശാഖാ സമ്മേളനം ഇന്നും നാളെയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ഉദ്ഘാടന സെഷനോട് കൂടി ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 1ഉം 2ഉം പ്രഭാഷണങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം വൈദ്യവിഷയ മുഖ്യ പ്രഭാഷണത്തിന് ശേഷം വിദ്യാർത്ഥിയുടെ കലാവിരുന്നുകളും, അതോടൊപ്പം നാളെ കാലത്ത് 6:30 CP മുഹമ്മദ് ബി അൻസാരി നേതൃത്വം കൊടുക്കുന്ന ഖുർആൻ പാഠം, ഖുർആൻ ക്ലാസും, തുടർന്ന് പഠനവേദികളും, ആദർശ സെഷൻ, പൊതുസമ്മേളനം, വനിതാ സമ്മേളനം തുടങ്ങി 10ഓളം സെഷനുകളായി നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഫാനൂർ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി അവറുകളാണ്. അദ്ദേഹം ഇപ്പോ മറ്റൊരു വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്ന മുറക്ക് നമ്മൾ ഔദ്യോഗിക ഉദ്ഘാടനം അപ്പോൾ നിർവഹിക്കും. മറ്റുള്ള കാര്യങ്ങളുമായി നമ്മൾ ഇപ്പോ തുടർന്നു പോവുകയാണ്. ഈ വേദിയിൽ പ്രസിഡിയം അധ്യക്ഷത വഹിക്കുന്നത് KNMന്റെ താനാളൂർ ശാഖ പ്രസിഡന്റ് ആബുകുട്ടി മദനി അവർകളാണ്. പ്രസിഡിയത്തിൽ MP കുഞ്ഞു മുഹമ്മദ്, PS ആലസൻകുട്ടി ഹാജി, KP മുഹമ്മദ് മദനി, C കുഞ്ഞിക്കാദർ, VP അബ്ദുറഹ്മാൻ കുട്ടി. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് KNMന്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി C മമ്മു കോട്ടക്കൽ, താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP ഇബ്രാഹിം കുട്ടി, താനാളൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M അബ്ദുസലാം മാസ്റ്റർ, ISM താനൂർ മേഖല പ്രസിഡന്റ് P അബ്ദുൽ കരീം, MSM മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി സഹീർ വട്ടം. ഇവർ ഈ ഉദ്ഘാടന സെഷനിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. ISMന്റെ സംസ്ഥാന സെക്രട്ടറി P സുഹൈൽ സാബിർ, MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാസിർ രണ്ടത്താണി ഇവർ പ്രഭാഷണം നടത്തുന്നു. അതോടൊപ്പം കനീഫിന്റെ താനാളൂർ ഇസ്രായേൽ സെന്റർ ആസ്ഥാനമായി കനീഫ് റിലീഫ് കമ്മിറ്റിയുടെ ഒരു ചടങ്ങ് നമ്മുടെ സമയോചിതമായി ഇവിടെ നടക്കുന്നതായിരിക്കും. മഗ്‌രിബിന് ശേഷം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ജാബിർ റഹ്മാനി. ഏവരെയും പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. 9 മണിക്ക് വിദ്യാർത്ഥികളുടെ സർഗവിരുന്നു, അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ TK അബ്ദുറഹ്മാൻ അവர்களായിരിക്കും. എല്ലാ പരിപാടിയിലേക്കും, ഈ 2 ദിനങ്ങളിലായി നടക്കുന്ന എല്ലാ പരിപാടിയിലേക്കും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട്
സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കാനമിന്റെ പ്രസിഡന്റ് പി അഹമ്മദ് മദനിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഇന്നും നാളെയുമായി ഈ സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ അതിൻ്റെ സമ്മേളനത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയുകയും ഓർക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പ്രധാനമായ ഒരു കാര്യം ഇസ്ലാഹി ചലനങ്ങളുടെ തുടക്കം മുതൽ അതിൻ്റെ ആദർശങ്ങളുമായി ബന്ധപ്പെടുവാനും അത് ബന്ധപ്പെട്ട് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാനും ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ ഭാഗ്യമായി നമ്മൾ കണ്ടുകൂടാ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ഉത്തരം അത് ഹിദായത്താണ്, സന്മാർഗമാണ് എന്ന് നമ്മളൊക്കെ തന്നെ നമ്മൾ പറയും. അതാണ് നമ്മുടെ വിശ്വാസം. ഈ ഹിദായത്ത് എന്നത് നമ്മൾ കുറെ പണം ചെലവാക്കിയിട്ടോ അല്ലെങ്കിൽ കുറെ അധ്വാനിച്ചിട്ടോ കിട്ടുന്ന ഒരു പ്രതിഭാസമല്ല, മറിച്ച് അത് സർവശക്തനായ അല്ലാഹു നമുക്ക് കനിഞ്ഞ് അരുളുന്ന ഒരു കാര്യമാണ്. അവനത് നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഹിദായത്ത് അഥവാ സന്മാർഗം എന്നത് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര പണക്കാരനായതുകൊണ്ടോ പ്രതാപവും പൗടിയും ഉള്ളതായതുകൊണ്ടോ നാട്ടിലെ പ്രധാനിയായതുകൊണ്ടോ ഒന്നും തന്നെ കിട്ടാവുന്ന ഒരു വസ്തുതയല്ല അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ നാട്ടിലെ വളരെ താഴേക്കിടയിലുള്ള എന്ന് തന്നെ നമുക്ക് പറയാം